ഒരു മനുഷ്യന് എത്ര ലൈഫാണ് ഉള്ളത്? 3 ലൈഫാണ്. ഒന്ന് നമുക്ക് ഇപ്പോൾ അനുപമയുടേതായ ഒരു പബ്ലിക് ലൈഫുണ്ട്. ഈ ഓഫീസ്, ഈ സംവിധാനം, ഇതാണ് അനുപമയുടെ പബ്ലിക് ലൈഫ്. അനുപമ നേരത്തെ പറഞ്ഞ അവിടെ ഒത്തിരി ടെൻഷനുണ്ട്, പലതരത്തിലുള്ള വർക്ക് ലോഡുണ്ട്, പലതരത്തിലുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. എന്നാൽ ആ പബ്ലിക് ലൈഫിൽ ഉള്ള കാര്യങ്ങൾ അനുപമ ഏതെങ്കിലും കാര്യങ്ങൾ പ്രൈവറ്റ് ലൈഫിൽ പറയുമോ? അനുപമയെ പ്രൈവറ്റ് ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത് അനുപമയും അനുപമയുടെ ഹസ്ബൻഡും മാത്രമുള്ള, അല്ലെങ്കിൽ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള നമ്മുടെ പ്രൈവറ്റ് ലൈഫിൽ നമ്മൾ ഡിസ്കസ് ചെയ്യത്തില്ല. എന്നാൽ പ്രൈവറ്റ് ലൈഫ് എന്ന് പറയുന്നത് ഹസ്ബൻഡും വൈഫും ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആരെങ്കിലും ചെന്ന് പബ്ലിക് ലൈഫിൽ പറയുമോ? പറയില്ല. അത് പ്രൈവറ്റ് ലൈഫ് മാത്രമാണ്. അതേപോലെ തന്നെ നമുക്കൊരു സീക്രട്ട് ലൈഫുണ്ട്. നമ്മുടെ ക്രിയേറ്റിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? നമുക്കൊരു മെച്യൂർഡ് ആവുന്നൊരു പ്രായം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ ക്രിയേറ്റിവിറ്റി എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന, അപ്പം നമ്മൾ വിഷ്വലൈസ് ചെയ്യും. അപ്പം നമുക്ക് അപാരമായ വിൽ പവർ വരും. ആ സമയത്ത് നമുക്ക് ഇച്ഛാശക്തി വരും, ധൈര്യം വരും. ഏത് സമയത്ത്? നമ്മൾ മെച്യൂർഡ് ആവുന്ന ഒരു 13 വയസ്സ്, ഒരു 14 വയസ്സൊക്കെ. ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു പാഷൻ, ഒരു താല്പര്യം, ഇഷ്ടം, അനിഷ്ടങ്ങൾ രൂപപ്പെടും. ആ ഇഷ്ടങ്ങളാണ് നമുക്ക് സന്തോഷം തരുന്നത്.